ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത സമയത്ത് വീണ്ടും ദൈവസന്നിധിയിൽ ദൈവവചനമായിട്ട് കടന്നു വരുവാൻ ദൈവമുടെയാക്കി അവൻ കൃപയ്ക്കാണ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 1-ാം അധ്യായം 27-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാനും ദൈവം ലോകത്തിൽ കുലീനവും നികൃഷ്ടവുമായത് ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. അത് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഗുണം ലോകത്തിൽ ദൈവം ഭോഷത്വമായി തിരഞ്ഞെടുത്തു. അതാണ് വിഷയം. അയോഗ്യരെ യോഗ്യരാക്കുന്ന ദൈവം. ലോകം അനേകരെ അയോഗ്യരെന്ന് മുദ്രകുത്തി സമൂഹത്തിൽ നിന്ന് വേർപെടുത്തുമ്പോൾ ദൈവം അങ്ങനെയുള്ളവരെ തേടി വന്ന് അവരെ യോഗ്യരാക്കി തീർക്കുന്നു. ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കാനാണ് ദൈവപ്രകാരം ചെയ്യുന്നത്. യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ താൻ യോഗ്യനല്ല എന്ന്. ആ യോഹന്നാനെക്കുറിച്ച് യേശു പറഞ്ഞത് അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കാണെന്നാണ്. യഹൂദ ഗോത്രത്തിൽ യേശു പിറക്കുവാൻ കാര്യം യഹൂദയുടെ യോഗ്യത നോക്കിയല്ല. യഹൂദ ഗോത്രത്തിന് ഒരിക്കലും പ്രശംസിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണവും പശ്ചാത്തലവും വിവരിക്കുന്നില്ല. യേശുവിൻ്റെ വംശാവലി പഠിക്കുമ്പോൾ യഹൂദ മരുമകളായ താമാറിലൂടെ പാരസിനെയും സാരഹിനെയും ജനിപ്പിക്കുന്നതായി കാണാം. യഹൂദയുടെ അയോഗ്യതയെ ദൈവം കണ്ട് ആ ഗോത്രത്തിൽ തന്നെ യേശുവിന് ജന്മം നൽകുവാൻ ആ ഗോത്രത്തെ യോഗ്യമാക്കി തീർത്തു. പിന്നത്തേത് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന സ്ത്രീയായിരുന്നു രാഹാബ്. എന്നാൽ അവളെ വീണ്ടെടുത്ത് യോഗ്യയാക്കി തീർത്ത് യേശുവിൻ്റെ വംശാവലിയിൽപ്പെടുത്തുവാനും അവളിലൂടെ ബോവസിനെ ജനിപ്പിക്കുകയും ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിൻ്റെ വെല്ലുമിച്ചി എന്നുള്ള പദവിക്ക് യോഗ്യയാക്കുകയും ചെയ്തു. പൗരോഹിത്യത്തിന് ദൈവം തിരഞ്ഞെടുത്തത് ലേവി ഗോത്രത്തെയാണ്. ലേവിയുടെ പിതാവ് യാക്കോബ് മക്കൾക്ക് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് അറിയിച്ച സമയത്ത് ലേവിയെക്കുറിച്ച് പറഞ്ഞത്, ശിമിയോനും ലേവിയും സഹോദരന്മാർ, അവളുടെ വാളുകൾ സാഹസത്തിൻ്റെ വാളുകളും. എൻ മനമേ, എന്നുള്ളമേ അവളുടെ മന്ത്രണങ്ങളിൽ കൂടരുത്, എൻ മനമേ അവളെ യോഗത്തിൽ ചേരരുത്. അവരെ യാക്കോവിൽ പകയ്ക്കുകയും ഇസ്രയേലിൽ ചിതറിക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത്. എന്നാൽ പൗരോഹിത്യം ലേവിക്ക് ലഭിച്ചത് അവളുടെ അയോഗ്യതകളെ ദൈവം മറന്നു. യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവി ഗോത്രം അനുസരിച്ചു. കോരഹൻ്റെ മത്സരത്തിന് ശേഷം പൗരോഹിത്യം അഹരോനും കുടുംബത്തിനും ദൈവം ദാനം ചെയ്തു. സംഖ്യാപുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ യോഗ്യതകൾ നോക്കിയല്ല
ദൈവം നമ്മെ സ്നേഹിച്ചതും രക്ഷിച്ചതും. നാം മരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു. ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതെ വാഗ്ദത്തങ്ങൾക്ക് അന്യരും പരദേശികളുമായിരുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ദൈവം നമ്മെ സ്വന്തമാക്കി, ജനമാക്കി. നമ്മുടെ കുലശ്രേഷ്ഠതയോ കുടുംബമേളോ നമുക്ക് പറവാനില്ല. ഒരുപക്ഷെ സമൂഹത്തിൽ വെറുക്കപ്പെട്ട ശമരിയ സ്ത്രീയെപ്പോലെയും മറ്റുള്ളവരുടെ കൺമുമ്പിൽ യഹൂദയെപ്പോലെ നികർഷ നിന്ന് മുദ്ര കുത്തിയവനായിരിക്കാം. ലോത്തിൻ്റെ കുടുംബശ്രേഷ്ഠത നോക്കിയാൽ 10ാം തലമുറ പോലും ദൈവസന്നിധി പ്രവേശം നിഷേധിക്കപ്പെട്ട അമ്മോന്യരും മോവാബ്യരും. ആ സമൂഹത്തിൽ നിന്ന് ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച രൂത്തിനെ യേശുക്രിസ്തുവിൻ്റെ വംശാലിയിൽ കൊണ്ടുവരുവാനും ബോബസിലൂടെ രൂത്തിൽ ഓബേദിനെ ജനിപ്പിപ്പാൻ സംഗതിയായി. പ്രിയരെ, നമ്മുടെ യാതൊരു യോഗ്യതകൾ കൊണ്ടും ദൈവസന്നിധിയിൽ വന്നു ചേരുവാൻ നമുക്ക് സാധ്യമല്ല. ലോകത്തിൽ ഉന്നതന്മാരും പ്രമാണികളും ശ്രേഷ്ഠന്മാരും ഉണ്ടായിരുന്നെങ്കിലും ദൈവജ്ഞാനികളെ ജയിപ്പിപ്പാൻ ലോകത്തിൽ പോഷകമായ തിരഞ്ഞെടുത്ത് ആ ദൂത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കെങ്കിലും സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരോ സ്വയമായി അയോഗ്യത ഏറ്റുവാങ്ങിയവരോ ഉണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവുണ്ട്. സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരെ ദൈവം യേശുക്രിസ്തുവിൻ്റെ വംശാലിയിൽ ചേർത്ത് പണിത് എങ്കിൽ നിങ്ങളെയും ദൈവം ചേർക്കും. അതിനൊറ്റ കാര്യം സമ്മതിച്ചാൽ മതി. യോഹന്നാൻ സ്നാപകനെ പോലെ പറയുക, ദൈവമേ, ഞാൻ യോഗ്യനല്ല, എന്നെ യോഗ്യനാക്കണമേ എന്ന്. നിങ്ങളുടെ അയോഗ്യതകളെ മാറ്റി ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഓഹരിക്കാരാക്കി മാറ്റുവാൻ ദൈവം സന്നദ്ധനാണ്. ആര് അയോഗ്യരെന്ന് ദൈവം സമ്മതിക്കുന്നുവോ അവരെ യോഗ്യനാക്കുന്ന പ്രവൃത്തിയാണ് ദൈവം ചെയ്യുന്നത്. അതിനായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം പാപത്തെ വെറുക്കുന്നു എങ്കിലും പാപിയെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് താണിരിക്കാം. കർത്താവേ, നിൻ്റെ ഹിതത്തിന് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. അയോഗ്യനെന്ന് ലോകം എന്നെ മുദ്ര കുത്തിയ വ്യക്തിയാണെങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ യോഗ്യരാക്കി തീർക്കും. ആ നല്ല പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ നോക്കണം. സ്വർഗസ്ഥനായ കർത്താവ് എവരുടെയും ഈ ദൂത് കേൾക്കുന്ന എവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.